ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് എംപിമാർ. ലോക്സഭയിൽ കെ.സി. വേണുഗോപാലും ശശി തരൂരും വി.കെ. ശ്രീകണ്ഠനും വിഷയം ഉന്നയിച്ചപ്പോൾ രാജ്യസഭയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നത് ബി.ജെ.പി. എംപി രേഖ ശർമ്മയാണ്. ആശമാരുടെ വേതനം 21,000 രൂപയാക്കണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുകയാണ്. ഇതിൽ ആരാണ് ഉത്തരവാദികൾ? ആരോഗ്യരംഗത്തെ പോരാളികളാണ് ആശമാർ. അവർക്ക് ദിവസം 232 രൂപയാണ് വേതനം നൽകുന്നത്. ആശമാർ വിരമിച്ചാൽ വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥയാണെന്നും വേണുഗോപാൽ. The agitation which is going last 30 days in Kerala, people from all walk of the state, except some people, are totally joining with them. Why, sir? Why they are joining? Because Asha workers treated to be as a health warriors of this country. ആശമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. ശമ്പളം കൂട്ടണമെന്നും കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്നും ശശി തരൂർ. In Kerala, for instance, Asha workers only earn 7,000 rupees a month and the government hasn't paid them for months. Asha workers have staged nationwide protests over the years demanding official employee status, payment of arrears, better working conditions, retirement benefits and access to mental and social security services. For these works, they have protested in my constituency in front of the Secretariat. Their ongoing protests highlight the systemic undervaluation of community health workers in India and in particular in Kerala. ആശമാരുടെ വിഷയം മലയാളത്തിലാണ് വി.കെ. ശ്രീകണ്ഠൻ ഉന്നയിച്ചത്. മിനിമം വേതനം ഉറപ്പാക്കി സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ഷാഫി പറമ്പിലും ആവശ്യപ്പെട്ടു. ആശമാരെ ദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ബി.ജെ.പി. എംപി രേഖ ശർമ്മ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. The low wages and lack of financial security for ASHA workers across the country. ASHA workers serve as backbone of our rural and community healthcare system, acting as crucial link between the government and the people. രാജ്യസഭയിൽ രേഖ ശർമ്മയുടെയും ലോക്സഭയിൽ കേരള എംപിമാരുടെയും ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.